അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണിന്ന്. റമളാനിലേക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. റജബ് കടന്നു വന്നതിന് ശേഷം ഈ ഷഅബാനായി ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും റമളാനിലേക്കുള്ള ഒരുക്കങ്ങൾ നമ്മിൽ നിന്നൊന്നുമായിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിൽ മഗ്‌രിബോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധമാണെന്ന രൂപത്തിൽ തന്നെ പകർത്തേണ്ടുന്ന പൂർവ്വസൂരികളും മഹത്തുക്കളൊക്കെ നമുക്ക് കാണിച്ചു തന്ന 7 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ ഇന്നത്തെ മഗ്‌രിബോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ച നമുക്ക് ഇന്നത്തെ രാവ് ഇജാബത്തുള്ള രാവാണെന്നൊക്കെ അറിയാം. ആ രാവിൽ നമ്മൾ ധന്യരാകും, ബറക്കത്തുള്ളവരാകും, ഖൈറുള്ളവരാകും. നമ്മുടെ വരുംകാല ദിവസങ്ങളിൽ നോമ്പിനോടനുബന്ധിച്ച് റമളാനിനോടനുബന്ധിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ച് നനച്ചുളിയൊക്കെ നടത്തിയിട്ട് ഒരുപാട് ആളുകൾ ശുദ്ധീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴും നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന് ഇതൊരു കാരണമായി മാറും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് 7 കാര്യങ്ങൾ വളരെ കൃത്യമായി നമുക്ക് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. നമ്മളൊരു ദിവസം നിശ്ചിത ആളുകൾ മാത്രം നോക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കാനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് നോക്കാൻ സാധിക്കാത്തത് എന്ന് ഓർമ്മപ്പെടുത്തണം. അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മിലേക്ക് എത്താൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. റമളാനിലെ നോമ്പ് തുറയിലേക്ക് ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ എല്ലാ വർഷവും നമുക്ക് നൽകുന്നവരും അല്ലാത്തവരും പുതിയതായി നൽകുന്നവരൊക്കെ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്യുന്ന വളരെ പുണ്യകരമായൊരു കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ഒരു 50 പേരുടെയോ 30 പേരുടെയോ 20 പേരുടെയോ ഒക്കെ നോമ്പ് തുറപ്പിക്കാൻ സാധിക്കുന്നവർ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്ത് അറിയിച്ചാൽ അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം ലഭിക്കാനും ഖൈറ് ലഭിക്കാനും നാളെ കത്തിയാളുന്ന നരകാഗ്നിയെ തൊട്ട് വലിയ കാവൽ ലഭിക്കാനും കാരണമാകും. ഞാൻ ഓർത്തു പോകുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോമ്പുതുറ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ അവരുടെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടവർ അവരുടെ പേരിൽ, ഉപ്പ മരണപ്പെട്ടവർ അവരുടെ പേരിൽ രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റമളാനിലേക്ക് നീട്ടിയെറിഞ്ഞ ഒരു സ്വതക്ക 50 പേരുടെ നോമ്പുതുറ ഏറ്റെടുത്തത്. അങ്ങനെ മനസ്സിൽ വലിയ നിയ്യത്തുകൾ കരുതി നമ്മെ ഏൽപ്പിച്ചവരുണ്ട്. അവരോടൊക്കെ നമ്മൾ കൊടുത്ത വാക്ക് ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടെയുള്ള അതിവിശിഷ്ടമായ രാത്രികളിലുള്ള നമ്മുടെ മജ്ലിസിലെ ദുആകളിലും മറ്റുമൊക്കെ പള്ളികളിലുള്ള ദുആകളിലൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അതിനേക്കാളും വലിയ വാക്ക് മറ്റൊന്നില്ല. അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനിൻ്റെ ഇൻ്റർവ്യൂ അത് 2 സെഷനിലായി നമ്മൾ പൂർത്തീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ആരൊക്കെങ്കിലും അവരുടെ മക്കളെ ആത്മീയാന്തരീക്ഷത്തിൽ തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ ഗൃഹാന്തരീക്ഷത്തിലിരുന്ന് വളരെ പെർഫെക്റ്റായിട്ട് മക്കളെ ദീന് പഠിപ്പിക്കണം, അതോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസവും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കളെ നമ്മെ ഏൽപ്പിക്കാവുന്നതാണ്. അവർ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ ഒരു റൂട്ടുണ്ടല്ലോ, പറഞ്ഞതനുസരിക്കാത്ത അരുതായ്മകളിലേക്ക് എപ്പോഴും പ്രവേശിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന, നിസ്കാരം നിലനിർത്താത്ത ഈ സാഹചര്യങ്ങളിൽ നിന്നും മാറിയിട്ട് നല്ലൊരു സാഹചര്യം അവർക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. നമ്മളൊക്കെ നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖബറും പുറത്ത് വന്ന് സലാം പറഞ്ഞ് ദുആ ചെയ്യുന്ന ഒരു മോനാണ്, മക്കളെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പുതിയ കാലത്തെ മക്കളുടെ വളർച്ചയും അവരുടെ ജീവിതശൈലിയൊക്കെ കാണുമ്പോൾ നമുക്കതിലൊന്നും ഒട്ടും പ്രതീക്ഷയില്ല. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. നമ്മളെടുക്കൽ പഠിപ്പിക്കണം. ഈ വിനീതൻ നേരിട്ട് നടത്തുന്ന ദർസാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്നറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പരിശുദ്ധമായ റമളാൻ ഷരീഫ് ഒരു വെളിപ്പാടകലെ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനോടുള്ള ദുആ അവസാനിപ്പിക്കരുത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ
വബല്ലിഗ്നാ റമളാൻ എന്ന ആ ഒരു വാക്കിന് വലിയ പ്രാധാന്യമുണ്ട് പ്രിയമുള്ളവരെ. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നാണ്. കഴിഞ്ഞ റമളാനിൽ ഞാൻ ഓർത്തു പോകുന്നു, റമളാനിൻ്റെ തൊട്ട് മുമ്പ് പടിവാതിൽക്കൽ വെച്ച് വിട പറഞ്ഞു പോയവരുണ്ടായിരുന്നു. അവർ ആ റമളാനിൽ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നിട്ടും റമളാനിൽ അവർക്ക് ആയുസ്സിനെ നീട്ടിക്കിട്ടിയില്ല. അപ്പോഴാണ് ഈ ദുആഇൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ടൊരു 3 തവണ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നുള്ള ദുആ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ 3 തവണ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമളാനിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കമൻറ്റിൽ എഴുതേണ്ടതും അത് തന്നെയാണ്. അല്ലാഹുവേ, ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന്, അല്ലെങ്കിൽ റമളാനിലേക്ക് എത്തിക്കണേ എന്ന് ഇത് എഴുതണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് നമ്മൾ 7 കാര്യങ്ങളാണ് ഇന്ന് പറയുക എന്ന് പറഞ്ഞു. അതിലൊന്നാമത്തത്, ഇന്ന് വെള്ളിയാഴ്ച രാവ് മഗ്രിബോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ചുരുങ്ങിയത് 100 ഇസ്തിഗ്ഫാറെങ്കിലും ചൊല്ലണം. നിങ്ങൾക്കൊക്കെ ചൊല്ലാൻ സാധിക്കുമെന്നറിയാം. എല്ലാവരും 100-നേക്കാൾ കൂടുതൽ ചൊല്ലുന്നവരാണെന്നറിയാം. നമ്മൾ പറയുന്നത് ചുരുങ്ങിയത് 100 ഇസ്തിഗ്ഫാറെങ്കിലും ചൊല്ലണമെന്നാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ്, നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ പറ്റുന്നവരൊക്കെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിൽ ആഡ് ചെയ്താൽ അത് വലിയ ഗുണങ്ങൾ ലഭിക്കാൻ കാരണമാകും. സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് നമുക്കറിയാം. പ്രഭാതത്തിൽ ചൊല്ലിയാൽ പ്രദോഷമാകുന്നതിനിടക്ക്, പ്രദോഷത്തിൽ ചൊല്ലിയാൽ പ്രഭാതമാകുന്നതിനിടക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. രണ്ടാമത്തത് വളരെയധികം ശ്രദ്ധിക്കുക, തസ്ബീഹാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി, നാക്കിൽ വളരെ ലളിതമായതും മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതുമായ 2 പദങ്ങൾ. അതാണ് കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മിസാൻ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അസീം. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ചുരുങ്ങിയതൊരു 100 തവണയെങ്കിലും ചൊല്ലണം. നമ്മുടെ വിർദുൽ ലത്തീഫിലൊക്കെ അങ്ങനെ 100 തവണ ചൊല്ലുന്ന ഒരു രീതിയുണ്ട്. അതിൽ കഴിയുന്നവരൊക്കെ അത് ചൊല്ലണം. അല്ലെങ്കിൽ തസ്ബീഹിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ്, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് തസ്ബീഹായിട്ട് ഇന്ന് മഗ്രിബോടുകൂടെ ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പവിത്രതയുണ്ട്. മൂന്നാമത്തത് ഓർമ്മപ്പെടുത്താനുള്ളത് സ്വലാത്താണ്. ഏതു സ്വലാത്തും ചൊല്ലാം. ലളിതമായ സ്വലാത്തുകളുണ്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്തുകളൊക്കെ, ഈ സ്വലാത്തുകളൊക്കെ ചുരുങ്ങിയതൊരു 300 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. പറ്റുന്നില്ലെങ്കിൽ 100 തവണയെങ്കിലും ചൊല്ലുക. 300 തവണ ചൊല്ലിയാൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചതിൻ്റെ പരിധിയിൽ നമ്മളൊക്കെ പെടാൻ കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് അയിമ്മത്ത് നമ്മോട് 300 തവണ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഇന്ന് മഗ്രിബോടുകൂടെ വെള്ളിയാഴ്ച രാവാണ്. മഗ്രിബ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ്, രാത്രി, നാളെ രാവിലെ വെള്ളിയാഴ്ച പുലർച്ചെ നമ്മളെത്തുമ്പോൾ വളരെ പവിത്രമേറിയ സമയമാണ്. അന്നത്തെ ദിവസം ളുഹാ നിസ്കരിക്കുക. പരിശുദ്ധമായ ശഅബാൻ മാസമാണ്. വളരെ പവിത്രമേറിയ സന്ദർഭമാണ്. ഇൻഷാ അല്ലാഹ് ളുഹാ നിസ്കരിച്ചവർക്കുള്ള ഫലം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത്തത് അൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ചുരുങ്ങിയത് ഒരു അൽ കഹ്ഫ് എങ്കിലും പാരായണം ചെയ്യണം. നമ്മൾ പലപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, നമ്മുടെയൊക്കെ ഉസ്താദുമാരെ നമ്മളെ ശീലിപ്പിച്ചത് മഗ്രിബിന് ശേഷം ഒരു അൽ കഹ്ഫ്, വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം ഒരു അൽ കഹ്ഫ്, വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം ഒരു അൽ കഹ്ഫ്, വെള്ളിയാഴ്ച ജുമുഅൻ്റെ മുമ്പ് ജുമുഅ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ടൊരു അൽ കഹ്ഫ്. ഇങ്ങനെയാണ് നമ്മയൊക്കെ ശീലിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ 3 തവണ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ 1 തവണയെങ്കിലും ചുരുങ്ങിയത് പാരായണം ചെയ്യുക. അൽ കഹ്ഫുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഗുണം വരെ നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് നമുക്ക് കാവൽ ലഭിക്കാൻ അൽ കഹ്ഫുമായി ബന്ധപ്പെട്ടൊരു വിഷയം തന്നെയുണ്ട്. അറിയുന്നവരൊക്കെ എഴുതി അറിയിക്കുക. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് പറയാത്തത്.
അടുത്തത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, വെള്ളിയാഴ്ച നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു സ്വതക്ക നൽകുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു സ്വതക്ക നൽകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ആ ആഴ്ചയിൽ വരാനിരിക്കുന്ന ആ വെള്ളിയാഴ്ചക്കിടയിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളെ തൊട്ടും മരണങ്ങളെ തൊട്ടൊക്കെ ഒരു കാവൽ കിട്ടാൻ കാരണമാകും. നമ്മളെപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ 10 രൂപയെ കയ്യിലുള്ളൂ, എന്നാൽ 2 രൂപ കൊടുത്താൽ മതി. അതിനും അർഹതപ്പെട്ടവരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. നിങ്ങളൊക്കെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ജുമാഅക്ക് നിങ്ങളുടെ മക്കളോ ഭർത്താക്കന്മാരോ ഉപ്പമാരേക്ക് പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു 10 രൂപ കൊടുത്ത് ഇത് പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതിലോ മറ്റോ നിക്ഷേപിക്കുക എന്ന് പറയുക. അങ്ങനെ തുടങ്ങിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ കാവൽ ലഭിക്കാൻ അത് കാരണമാകും. അതേപോലെ തന്നെ 7ാമത്തത് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെല്ലാ വെള്ളിയാഴ്ച രാവിലും പറയാറുള്ളതാണ്, നിങ്ങളത് മറക്കരുത്. ഏതാണതെന്നറിയോ? ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അദീമി. ഇത് 5 തവണ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഈ ബൈത്ത് ചൊല്ലണം. അത് നമ്മുടെ ആഖിബത്ത് നന്നാവാൻ കാരണമാകുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച രാവ് ഹയാത്താക്കുക. വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭമാണ്. വ്യാഴാഴ്ച മുതലേ അതിനൊരുങ്ങണം. വെള്ളിയാഴ്ച മോന്തി എന്ന് പഴയ ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും പറയുന്ന പവിത്രമേറിയ സമയം അനാവശ്യ കാര്യങ്ങൾ കണ്ട് അനാവശ്യ ചിന്തകളിൽ ഏർപ്പെട്ട് അനാവശ്യ കളികളിലേർപ്പെട്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താനുള്ളതല്ല. നമുക്ക് ചുരുങ്ങിയ കാലം മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ആയുസ് നൽകിയിട്ടുള്ളൂ. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ്. ആ ചുരുങ്ങിയ കാല ആയുസ്സിനുള്ളിൽ റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. വരാനിരിക്കുന്ന റമളാനിൽ റബ്ബിനോട് നമുക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാനുള്ളതാണ്. അള്ളാഹു നമുക്ക് വലിയ ഖൈറാത്തുകൾ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.